ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ എന്താണ് പിന്നെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വിക്രതിനെ രാഹുലിനെയാണ്. രണ്ടുപേരും കൂടി മനോഹറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹർ പരോളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എത്തി കേട്ടോ. മനോഹറിനെ കാണും ഇങ്ങനെ ഇങ്ങനെ ചോര കുടിക്കുന്ന രീതി നോക്കിക്കൊണ്ടിരിക്കുക രണ്ടെണ്ണം കൂടി. ആ സമയത്ത് അവിടെയൊക്കെ വാടം വരുന്നുണ്ട്. ഡാഡാ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ടുപേരും ഒരേ സ്ഥലത്ത് കാണാൻ പാടില്ലെന്ന്. ദേ ഇനി രണ്ടിനും ഒരേ സ്ഥലത്ത് കണ്ടാലേ ഇടിച്ച് പരത്തു ഞാൻ, മാറട അവിടെ നിന്ന് എന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രത്തിനെ കാണുമ്പോ വാർഡനൊന്ന് നോക്കുന്നുണ്ട്. എടാ നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ. എന്റെ പെങ്ങളുടെ കല്യാണോ? എന്റെ പെങ്ങളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് സർ. അല്ലടാ നിനക്ക് എത്ര പെങ്ങളുണ്ട്? അത് പിന്നെ 3 അതിൽ എത്ര പേരുടെ കല്യാണം കഴിഞ്ഞു? 2 പേരുടെ. അപ്പൊ ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ. അതിന്റെ കല്യാണമാണ് കഴിഞ്ഞത്. ആരുടെ? കാർത്തികയുടെയോ? അതെ, അവളുടെ വിവാഹം കഴിഞ്ഞു. ആരാ സാറേ പയ്യൻ എന്ന് വേറൊരു അവിടുത്തെ ജയിൽ പുള്ളി ചോദിക്കാട്ടോ. മുമ്പുണ്ടായിരുന്ന ആ പയ്യൻ തന്നെയാണോ? അതേടാ അവൻ തന്നെയാ. അവനെ ബുദ്ധിമാനാ. ഗംഗപ്രസാദിന് മാത്രം ബുദ്ധിയുള്ളൂ നിങ്ങളൊക്കെ വിചാരിച്ചോ? എന്നാലേ ബാക്കിയുള്ളവർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. അവരെ ഗംഗയുടെ കണ്ണ് പൊത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെക്കൻ വിവാഹത്തിന് പിന്മാറി എന്നൊക്കെ പറഞ്ഞത്. സമയമായപ്പോഴേക്കും അവൻ തന്നെ നിന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയടാ. ഇപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അവൾ എന്റെ പെങ്ങളൊന്നും അല്ല സാറേ എന്ന് വിക്രം പറയുമ്പോ നിന്റെ പെങ്ങളല്ലെന്നാ? എടാ അതെ എന്റെ നേർപ്പെങ്ങളല്ല. എടാ നിന്റെ നേർപ്പെങ്ങളല്ലായിരിക്കും, നിന്റെ അച്ഛന്റെ മോളല്ലേ, നിന്റെ അച്ഛന്റെ മക്കളല്ലേ നിങ്ങളെല്ലാവരും. അപ്പൊ നിന്റെ പെങ്ങള് തന്നെയാണ്. പിന്നെ രണ്ടിനെ ഒരേ സ്ഥലത്ത് കാണരുത്. നിങ്ങൾ അപ്പുറത്ത് പോയി ജോലി ചെയ്യടാ, വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ നമ്മളെ വാർഡൻ. ആ സമയത്ത് രാഹുലോട് പറയുന്നുണ്ട് വിക്രം, അവളുടെ കല്യാണം കഴിഞ്ഞല്ലേ അങ്കിളെ എന്ന് പറയുമ്പോ അതേടാ മിക്കവാറും ഈ വിവരം ഇപ്പോ ഗംഗപ്രസാദ് അറിഞ്ഞു കാണിക്കും. ബാക്കിയെല്ലാം അവൻ നോക്കിക്കോളും. അത് ശരിയാ. ഗംഗേട്ടൻ ഇപ്പൊ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. ഗംഗേട്ടൻ അവരുടെ ജീവിതം കുളം തോണ്ടിട്ടെ ഇനി ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കാണ്, ഹാവൂ ആ വിവാഹം അങ്ങനെ കഴിഞ്ഞു, ഭാഗ്യം, രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാഹുലിനും നോക്കുന്നുണ്ട്. എന്താടാ നീ എന്നെ നോക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മനോഹർ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അത് കാണുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ കാർത്തികേനെയാണ്. കാർത്തിക കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിൽക്കുവാട്ടോ. അപ്പൊ ദിലീപിന്റെ അമ്മ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നുണ്ട്. മോളെ ദേ ഈ ഗ്ലാസ് പാല് അവനും പിന്നെ മോളും കൂടി കുടിച്ചിട്ട് ജീവിതം തുടങ്ങണം എന്ന് പറയുമ്പോ കാർത്തിക നാണത്തോടെ എന്ന് പറയാണ്. മോളെ ഈ വിവാഹം വേണ്ടെന്ന് ഞാനും അവന്റെ അച്ഛനും പറഞ്ഞിരുന്നു. ആ ഒരു ദേഷ്യം ഇപ്പൊ മോൾക്ക് ഞങ്ങളോടുണ്ടോ? ഇല്ലമ്മേ, വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഈ വിവാഹം പോലും നടത്താൻ സമ്മതിക്കില്ലായിരുന്നു. അമ്മയൊക്കെ ആയണ്ട ഈ വിവാഹം നടത്താൻ പോലും സമ്മതിച്ചത്. എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയാണ്. മോൾക്കറിയാവോ ദിലീപിന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത പേടിയാണ്. ദിലീപിനെക്കാളും ഇളയത് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ മരിച്ചുപോയി. അതിനുശേഷം എനിക്ക് ദിലീപ് എവിടെയും പോയി കഴിഞ്ഞാൽ ആകെ ഒരു പേടിയാണ്, മനപ്രയാസം. അവൻ ഇപ്പൊ ഈ കാര്യമൊന്നുമല്ല കേട്ടോ, പഠിക്കുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒരു 5 മിനിറ്റ് വൈകിയ എനിക്കാകെ വെപ്രാളമാണ്. ഞാൻ അവന്റെ അച്ഛനെ വഴക്ക് പറയായിരുന്നു. പിന്നീട് അവൻ വന്നാലാണ് അച്ഛനെ സമാധാനാവുള്ളൂ. അങ്ങനെയാ വളർത്തിയത്. അതോടൊട്ടാണ് കേട്ടോ മോളെ അന്ന് ആ ഒരു സംഭവം ഉണ്ടായപ്പോ നിങ്ങൾ ഒറ്റപ്പെടുത്തിയത്. അതൊന്നും കുഴപ്പമില്ലമ്മേ, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മയും അതുപോലെ തന്നെ ദിലീപേട്ടനും അച്ഛനൊക്കെ ആയതുകൊണ്ട് ഈ വിവാഹത്തിന് വീണ്ടും സമ്മതിച്ചത്. വേറെ ആരെങ്കിലും ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ദേ പാല് ചൂടാണ് മുമ്പ് കൊണ്ടേ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പാല് ഗ്ലാസ് കൊടുക്കാണ്. കാർത്തിക നാണത്തോടു കൂടി ആ പാൽ ഗ്ലാസ് വാങ്ങിച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോണത് വരെ നമ്മുടെ ദിലീപിന്റെ അമ്മ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ശേഷം ദിലീപിന്റെ റൂമിലെ വാതിൽ തുറന്ന് കാർത്തിക അകത്തേക്ക് കയറാണ്. ശേഷം വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. ദിലീപ് കാർത്തികനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ദിലീപ് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന് ഞങ്ങൾ ഒന്നായി അല്ലേടോ? അതെ ഒന്നായി. പക്ഷേ ദിലീപേട്ടന് വന്ന ആ ഒരു ശൂന്യത, ആ ഒരു നഷ്ടം അത് നികത്താനാവില്ലല്ലോ. അത് ശരിയാണ്. അച്ഛനെന്ന നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. അത് മനസ്സിൽ തന്നെയുണ്ട്. എന്തായാലും താൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കാർത്തികനെ ഇരുത്താട്ടോ. ശേഷം കാർത്തിക പറയുന്നുണ്ട്, ഇപ്പോ നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ അവൻ അറിഞ്ഞു കാണും. ആ ഗംഗപ്രസാദ് അല്ലേ, അറിഞ്ഞു കാണുമായിരിക്കും. അവനെ മരിക്കുന്നതിന് തുല്യമായിട്ടുണ്ടാവുമായിരിക്കും. ഇനിയാണ് ദിലീപേട്ട നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇനി എന്ത് സൂക്ഷിക്കാനാണോ? തന്നെ നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടി. പിന്നെ അതിനേക്കാളും വലിയ കാര്യം വേണ്ടത് നല്ല ബന്ധുബലം കിട്ടി. അതായത് തന്റെ അനിയത്തി കല്യാണി, പിന്നെ കിരണ്, അങ്ങനെ കുറെ പേര് അവിടുത്തെ എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിടോ. എല്ലാവരും നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണമെന്ന്. അതെന്നാ വലിയ കാര്യമല്ലേ. പാവം ആ കിരണൊന്നും മുഹൂർത്ത സമയത്ത് പോലും ഓഡിറ്റോറിയത്തിൽ വന്നില്ല. ഗംഗപ്രസാദിൽ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതെ
കിരണിന് നമ്മുടെ വിവാഹം കാണുന്നേക്കാളും വലുത് ആ ഗംഗപ്രസാദ് ഇല്ലാതാവണതായിരുന്നു. അതുകൊണ്ട് അവൻ അന്വേഷിച്ച് അവൻ എങ്ങനെ വിവാഹം മുടക്കുമെന്ന് പേടിച്ച് പാവം ഓടി നടക്കുമായിരുന്നു. അതെ അതെ, താൻ ആദ്യം പാല് വേണ്ട ദിലീപേട്ടൻ കുടിച്ചോ എന്ന് പറയണം. അങ്ങനെ ദിലീപ് പകുതി ഗ്ലാസ് പാല് കുടിക്കണ്ട്, ബാക്കി നമ്മുടെ കാർത്തികക്ക് കൊടുക്കാണ്. കാർത്തികൻ കുടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർ ഒരുമിച്ച് കിടന്ന് അങ്ങനെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയാണ്. കിരണാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ. ഗംഗേനെ തലക്കടിച്ച് മരിച്ചു കിടക്കണതും പായയിൽ മടക്കിയെടുത്തതും പിന്നെ കുഴിയിട്ട് മൂടിയതും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കിരൺ. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കിരണേട്ടാ, കുറെ നേരം അവർ ആലോചിക്കണത്. എന്തായി ആലോചിക്കണത്? ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കായിരുന്നു, പഴയ കാര്യങ്ങൾ. എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും അവന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ കിരണേട്ടാ വിവാഹം കഴിഞ്ഞത്. അറിഞ്ഞു കാണുമായിരിക്കും. ഇനി വേണം അവനെ ശരിക്കും പേടിക്കാൻ. ഇനി പേടിക്കൊന്നും വേണ്ടടോ. അല്ല, അതെന്താ കിരണേട്ടൻ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയണത്? കല്യാണം കഴിഞ്ഞു, ഇനി അവൻ എന്ത് ചെയ്യാനാ? ഇനിയല്ലേ കിരണേട്ടാ സൂക്ഷിക്കേണ്ടത്. അവൻ പോലീസ് പിടിയിലായാൽ മതിയെന്ന്, എന്നാലേ സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ടടാ, പോലീസ് പിടിയിലായാലും സമാധാനം കിട്ടില്ലല്ലോ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയവന്റെ ജാതിയല്ലേ. പക്ഷെ എന്നാലും സമാധാനത്തിൽ നമുക്കൊന്ന് ജീവിക്കായിരുന്നല്ലോ കിരണേട്ടാ. ഇനി അവൻ എങ്ങാനും വരാതിരുന്നെങ്കിലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. കിരൺ പറയണ്ട, ചിലപ്പോ അവനിന് വരത്തൊന്നുമില്ല കല്യാണി, പക്ഷെ അവനെ കാണാതായാലും പേടിക്കണം. അകത്തുള്ള കിടക്കണ സ്റ്റെഫി പരാതി എങ്ങാനും കൊടുത്ത തീർന്നില്ല. അവനെ കാണാനില്ലെന്ന് പണ്ട് പരാതി കൊടുത്ത അങ്ങനെ പരാതി കൊടുത്ത പോലീസുകാർ ആ പരാതിയൊക്കെ വാങ്ങിക്കും, ശരിയാണ്, അത് അന്വേഷിക്കാൻ പോണമെന്നില്ല. പിന്നെ ഇവിടെ 100 കൂട്ടം കേസ് കിടക്കണം, അപ്പോഴല്ലേ ഗംഗയുടെ പുറകെ പോവാൻ പോകുന്നത്. അതൊക്കെ വിട്ട് കളയാടോ എന്ന് പറയാണ്. എന്തായാലും സമാധാനായി. ഞാനേ ഈ സമയത്ത് ദിലീപേട്ടനെ കാർത്തിക ചേച്ചിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. ദിലീപേട്ടന്റെ അമ്മേനെ വിളിച്ചിരുന്നു. കാർത്തിക ചേച്ചിയുടെ കയ്യിൽ പാല് കൊടുത്ത് പറഞ്ഞേച്ചെന്നാ പറഞ്ഞത്. അപ്പൊ അത് കിരൺ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അല്ല, നീ 2 ദിവസമായില്ലേ ശരിക്കും ഉറങ്ങിയിട്ട്? ഇന്നലെ കാർത്തികൻ എടുക്കാൻ വേണ്ടി 3-3:30 എഴുന്നേറ്റില്ലേ? എനിക്കും വല്ലാത്ത ക്ഷീണം, നമുക്കെന്നാ കിടന്നാലോ കല്യാണി? എന്തോ വല്ലാത്തൊരു ഉറക്കം വരുന്നു എന്ന് പറയാണ്. എനിക്കും അതെ. രണ്ടുപേരും കിടന്ന് ഉറങ്ങുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെയാണ്. രാവിലെ തന്നെ കിരണും വേലും രതീഷും കൂടി ആ ഒരു തെങ്ങിൻ തൈ നട്ടില്ലേ, അത് ആദ്യം ഞാൻ വാഴ എന്ന് പറഞ്ഞത് മാറിപ്പോയി കേട്ടോ. കണ്ടത് വാഴത്തൈയില് നട്ടിപ്പോ വാഴ എന്നാണ് ഞാൻ വിചാരിച്ചത്. തെങ്ങ് അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ അങ്ങനെ തെങ്ങും തൈയാണ് നട്ടേക്കണത്. അപ്പൊ തെങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വെള്ളം ഒഴിക്കാണ് വേലു. എന്റെ കിരണിനോട് പറയണ്ടേ, സാറേ ഇവ മരിച്ച കാര്യം ഞാൻ അമലുവിനോടും മാമിയുടെ അടുത്തും പറയട്ടെ? എടാ വെറുതെ ഇരിക്കടാ, ഞാൻ കാർത്തികടുത്തും കല്യാണത്തും പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് നീ ഇതൊന്നും ആർത്തും പറയല്ലേ, ഇതിപ്പൊ രഹസ്യമായിട്ടെന്നെ ഇരിക്കട്ടെ, എപ്പൊ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം. അല്ല സാറ്, ഇനി ഇവന് ഇവിടെ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാറ് പേടിക്കണ്ട, എന്റെ പേര് പറഞ്ഞു, എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ഒരു മടിയില്ല എന്ന് വേലു പറയുമ്പോ, എടാ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എന്തായാലും ആ നാടിനും വീടിനും ആവശ്യമില്ലാത്ത ഒരുത്തനാണ് മരിച്ചത്. അതുകൊണ്ട് ഇവന്റെ പേരിൽ നമ്മൾക്കിനി ഒരു ഇതും വയ്യാവേലിയും പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടാ എന്ന് പറയാണ്. രതീഷ് പറയുന്നുണ്ട്, അല്ല സാറേ ഇവൻ എന്തായാലും മരിച്ചു, അപ്പൊ അവന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്തിന്? സ്വന്തം അച്ഛന്റെ ചിതാഭസ്മം പോലും ഒഴുക്കാൻ സമ്മതിക്കാതെ നിലത്തടിച്ച് പൊട്ടിച്ചവനാ. ഇവന്റെ ഒരു ചടങ്ങും ചെയ്യണ്ട, അങ്ങനെ അവന്റെ ആത്മാവിന് ശാന്തി ഒന്നും കിട്ടണ്ട എന്ന് പറയാണ്. എന്തായാലും ഇത് നല്ല ഫലപുഷ്ടിയുള്ള തെങ്ങാണ്. ഒരു 2-2.5 വർഷത്തിനുള്ളിൽ നന്നായിട്ട് കായ് കായ്ക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവിടെ കായ്ച്ചും തളർച്ചും ഇവനിവിടെ ഇങ്ങനെ വളരട്ടെ എന്നിങ്ങനെ പറയാണ്. ബാ നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. പിന്നീട് ആ തെങ്ങും തൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികനെയാണ്. കാർത്തിക രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ ആയിട്ട് ദിലീപിന്റെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. അതെ ദിലീപേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ആഹാ താൻ അതിരാവിലെ എഴുന്നേറ്റോ? അതിരാവിലെയോ? സമയം എത്രയെന്ന് അറിയാവോ? അയ്യോ ഇത്ര സമയമായോ? ഇന്നലെ ദിലീപേട്ടൻ ഒരുപാട് താമസിച്ചല്ലേ കിടന്നത്, താൻ എപ്പോഴാ ഉറങ്ങിയത്? ദിലീപേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട ഞാൻ ഉറങ്ങിയത് എന്ന് കാർത്തിക പറയാണ്. ഒരു 3 മണിയായിട്ടുണ്ടാവും ദിലീപേട്ടൻ ഉറങ്ങിയപ്പോ, എന്നിട്ട് താൻ ഇത്ര രാവിലെ എഴുന്നേറ്റാടോ? അതെ, എന്റെ ഒരു കുഴപ്പമോ ദിലീപേട്ട, എത്ര താമസിച്ചിറങ്ങിയാലും 6 മണി നേരം സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും. കല്യാണിയുടെ കൂടെ ആണെങ്കിൽ 5:30 തന്നെ എഴുന്നേക്കും. കല്യാണി ഒരു വലിയ സംഭവമാണല്ലേ എന്ന് ദിലീപ് ചോദിക്കുമ്പോ, പിന്നെ അവളുടെ കഥ തന്നെ വലിയൊരു സംഭവം തന്നെയല്ലേ. പാവം മുമ്പൊക്കെ ചെറുപ്പത്തിലെ 3-3:30 എഴുന്നേറ്റ് പശുവിനെ കറക്കി നാടായ നാടുകളിലൊക്കെ കൊണ്ടുപോയി പാല് വിൽക്കുമായിരുന്നു അവള്. എന്നിട്ട് ഭക്ഷണവും ചായയും പോലും കുടിക്കാതെ അവള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ദിലീപേട്ട. അതിന്റെ ഫലം അവൾക്കിപ്പോ ഇല്ലേടോ. കിരണ പോലത്തെ നല്ലൊരു പയ്യനെ അവൾക്ക് കിട്ടിയില്ലേ? അതെ, അവൾ എപ്പോഴാണ് സുഖവും സന്തോഷവും ഒക്കെ അറിയാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. ശേഷം കാർത്തികിനെ ചേർത്ത് പിടിക്കാണ്. അയ്യോ ദിലീപേട്ട എനിക്ക് പോണം, സമയമായി, താനൊന്നും ഇവിടെ ഇരിക്കടോ. താൻ പറഞ്ഞില്ലേ തന്റെ ബിസിനസ്സിൽ പങ്കാളിയാവണമെന്നൊക്കെ, ഞാൻ പങ്കാളിയാവാൻ കേട്ടോ. പിന്നെ താൻ അങ്ങനെ പെട്ടെന്നൊന്നും പോവല്ലേ എന്ന് വേണ്ട ദിലീപ് കാർത്തികിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ സരുവിന്റെ ഭാഗമൊന്നും കാണിച്ചില്ല കേട്ടോ. നാളെ ആയിരിക്കും കാണിക്കുന്നത്. ഇത് സരു അങ്ങോട്ട് കല്യാണിനെ കൊല്ലാൻ നോക്കുന്ന ഭാഗമായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.